സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ആ പഴയ ഫോർമാറ്റിലൊരു സാധനം എടുത്ത് നമ്മൾ ഇട്ടു. അപ്പം അതിനകത്ത് നല്ല ക്രിറ്റിസിസവും അത്യാവശ്യം തെറിയും ഒക്കെ കിട്ടി. ഓരോ ദിവസവും നമ്മൾ ഈ പുതിയ ഓഡിയൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതും അവർ കാണുന്ന സിനിമ, അവർ കാണുന്ന ജോണർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവരെന്ത് അക്സെപ്റ്റ് ചെയ്യും, എന്ത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഡെയിലി എവറി ഡേ വി ആർ ലേണിംഗ്. എന്നിലെ പ്രൊഡ്യൂസർ ഈ ഒരു റിസൾട്ടിൽ കുറഞ്ഞൊന്നും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. കാരണം അത്രയും വലിയ ഒരു കോസ്റ്റിലാണ് സിനിമ എടുത്തത്. ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ ഒരുപാട് നാൾ ഞാനും ഇതിനും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ്. അതിന് ഡിസ്കഷൻ നടക്കുമ്പോൾ ബേസിൽ ഒരു ആക്ടറായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അല്ല. പിന്നത്തെ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഒരു ഇത്രയും ഡെപ്തുള്ള കാര്യങ്ങൾ അഭിനയിപ്പിച്ച് എടുക്കാൻ പറ്റുമോ, അതോ ഇവർ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ എളുപ്പമാണ്. അവർക്ക് അവരുടെ ടാലൻറ്റ് ഓഡിഷന് വരുന്നതിന് മുമ്പേ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ എന്ന് ഒരു ബ്രാക്കറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഹോം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് അല്ലേ. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു ഇനി ചെറിയ പടങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ, ഇനി നമുക്ക് ഫ്രൈഡേ വേറെ ലെവലിലേക്ക് പോകണം, വലിയ വലിയ. ഞാൻ പറഞ്ഞു എന്താ ഈ ചെറിയ പടങ്ങൾ, വലിയ പടങ്ങൾ, ഈ റീൽസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു തരം ഓഡിഷനാണ്. ഓപ്പൺ ഓഡിഷൻസിൽ ഞാനിപ്പോൾ ബിലീവ് ചെയ്യുന്നില്ല. പലരും ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. ഇന്റർവ്യൂവിൽ ഇന്ന് കൂടെ ഉള്ളത് വിജയ് ബാബു ആണ്. വിജയ് സാർ, വെൽക്കം. താങ്ക് യു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ബിക്കോസ് എനിക്കിതൊരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. എൻ്റെ 200ാമത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ അതില് എനിക്ക് ഇതുപോലൊരു ഗസ്റ്റിനെ അത്ര അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിവിടെ ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയതിൽ ഇപ്പൊ ഞാനും ഒരുപാട് ഹാപ്പിയാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. സാറിൻ്റെ ഇപ്പോൾ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 14ാമത്തെ വർഷമാണ് ഇത്. ആൻഡ് ആക്ടിങ് നോക്കിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു. അത് കഴിഞ്ഞ് കുറേ സിനിമകൾ അഭിനയിച്ചു. സോ ഇതുവരെയുള്ള ഒരു സോഫാർ ജേർണി നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ഇവോൾവിങ് ഒക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡാണെങ്കിലും ആക്ടിങ് സൈഡാണെങ്കിലും ഒക്കെ കണ്ടു വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ സോഫാർ ഈ ഒരു ജേർണീനെ എങ്ങനെയായിരിക്കും പറയാം? അത് ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് ആൻഡ് പ്രീ കോവിഡ് എന്ന് പറയുന്ന OTTയുടെ ഒരു ബൂമിന് ശേഷം അല്ലെങ്കിൽ OTTയുടെ ഒരു കടന്നുവരവിന് ശേഷം ഉള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് ഏർലിയർ എന്നുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ എത്രമാത്രം അതിൽ ഇവോൾവ് ആവുന്നു, ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനെ, എക്സ്പെഷ്യലി ഒരു യൂത്ത് ഓഡിയൻസിന് നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രൊഡക്ഷൻ. ഈവൻ ആക്ടിങ്ങിൽ നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻ്റർനാഷണൽ കണ്ടൻറ്റിലോട്ട് എക്സ്പോസ് ആയ ഒരു ഓഡിയൻസിനെയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് എല്ലാ ഭാഷയിലെ സിനിമകൾ കാണുന്നു. എക്സ്പെഷ്യലി OTTയിലൂടെ അവർക്ക് എല്ലാ ലാംഗ്വേജ് സിനിമകളും കാണാനുള്ളൊരു അവസരവും അതിലേക്ക് എക്സ്പോസ് ചെയ്യും. അപ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ ഗിവിങ് ദം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നതിലുള്ളതിൽ വളരെ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം. മനസ്സിലായി? പഴയ കാലം ഇപ്പം ആട് എന്ന് പറയുന്ന സിനിമ തന്നെ എടുത്താൽ, ഞങ്ങൾ പ്രീ കോവിഡിൽ ഞങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതല്ല ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ, ഇപ്പം നമ്മൾ സിനിമ ഇറങ്ങി 3rd വീക്കിലേക്ക് ഇരിക്കുമ്പോൾ എനിക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റും അല്ലേ. ഞങ്ങളിത് ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ട് ആണ് ഒരു ജോണർ ഷിഫ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ജോണർ ഷിഫ്റ്റ്. ഭയങ്കര റിസ്ക്കാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി, ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി, അല്ലെങ്കിൽ ഓൾറെഡി യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ഫോർമാറ്റ്, അതിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിനെ ഒരുപാട് സ്നേഹിക്കുന്ന ക്യാരക്ടേഴ്സ്, അതായത് ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇറ്റ്സ് വെരി ഈസി. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ആട് 1 ഒരു നീലക്കൊടുവേലി ഉണ്ടായിരുന്നു, ആട് 2 കമ്മട്ടം ഉണ്ടായിരുന്നു. ഒരു സാധനവും എടുത്തിട്ട് അതിൻ്റെ പുറകെ ഓടുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ട് പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ യൂത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തതും യങ് ജനറേഷനാണ്. അതായത് അന്ന് ആട് ഇറങ്ങിയപ്പോൾ 5 വയസ്സും 10 വയസ്സും 15 വയസ്സും ഉണ്ടായിരുന്ന
കുട്ടികൾ ഇന്ന് അല്ലെങ്കിൽ ആട് വണ്ണ് ഇറങ്ങുമ്പോൾ ഇന്ന് 20, 25, 28 അല്ലെങ്കിൽ 30 വയസ്സിൽ താഴെയുള്ളവർക്ക് അവർക്ക് അതിൻ്റെ പോലെ ഞാൻ ക്രിറ്റിസിസം ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്രിറ്റിസിസം വന്നു. അത് ആ ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോൾ അതൊരു 40+ അല്ലെങ്കിൽ 50+ ആട് എന്ന ആ പഴയ ഫോർമാറ്റിനെ ഇഷ്ടപ്പെട്ടവർ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹൂ ഈസ് ഗോയിങ് ടു ദ തിയേറ്റേഴ്സ് ആക്ച്വലി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴും. ആരാണ് ടിക്കറ്റ് എടുക്കുന്നത്, ആരാണ് ഹാർഡ് കോറായിട്ട് അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്ന് ഡിമാൻഡ് ചെയ്യുന്നത്? അത് യൂത്താണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പം വാഴയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പടക്കളത്തിൽ കണ്ടിരുന്നു. പടക്കളം എന്ന് പറയുന്ന സിനിമ എടുത്തപ്പം നമ്മളൊരു ജെൻസി ക്രൗഡിന് അവർക്ക് വേണ്ട ഒരു കണ്ടന്റാണ് കൊടുത്തത്. അപ്പം ഞങ്ങളുടെ പരീക്ഷണം അല്ലെങ്കിൽ ഇത് ഫ്രാഞ്ചൈസി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ഇനിയും ഒരു 1, 1.5 അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു കാര്യമുണ്ട്. അപ്പം അതിനൊരു ജോണർ ഷിഫ്റ്റ് വളരെ അത്യാവശ്യമായിരുന്നു. ബിക്കോസ് ഇപ്പം നമ്മൾ അതേ ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ ആ ഒരു ഓഡിയൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ യൂത്ത് നമ്മുടെ കൂടെ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കളക്ഷനും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ ഒരു കളക്ഷൻ കിട്ടണം. ഇവര് ആ പഴയ ഞാൻ പറയാം, ഞങ്ങള് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഡിലീറ്റഡ് സീൻ ഞങ്ങൾ ഇട്ടു. അപ്പൊ അറയ്ക്കല്ല പോകുന്നത്. അത് നമ്മുടെ പഴയ ആടിന്റെ അതേ ഫോർമാറ്റാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ലെങ്ത് കൂടി നിൽക്കുമ്പോൾ അപ്പോൾ കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് സീനുകൾ ദാക്ഷിണ്യമില്ലാതെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അബുവിൻ്റെ സീനും ഉൾപ്പെട്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് അപ്പോൾ അബുവിനൊരു ഇൻട്രോ പ്രോപ്പറായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ്, അപ്പോൾ അബുവിൻ്റെ ആ നിങ്ങൾ കാണുന്ന ലൂണയിൽ വരുന്നൊരു സീനുണ്ട്, അതൊരു ഇൻട്രോ അല്ല, അത് ബേസിക്കലി അബു നോർമൽ എൻട്രിയാണ്. ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, സിനിമ ഇറങ്ങുന്നതിന് ഒരു 10 ദിവസം മുമ്പ് ആക്ച്വലി സൈജുവിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചേഞ്ച് ആയിരുന്നു. സൈജു വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അബുവിന് ഇൻട്രോ ഇല്ല. അപ്പം ആ ലുക്കിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പാച്ചൊക്കെ വെച്ചിട്ട് സിനിമ ഇറങ്ങുന്നതിന് 10 ദിവസം മുമ്പാണ് ഈ സീൻ കട്ട് ചെയ്തു എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഈ അബുവിൻ്റെ സീൻ കട്ട് ചെയ്തു എന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആ സീൻ സ്റ്റുഡിയോയിൽ പോയി സീനിൽ നമ്മൾ ആ ഒരു ഇൻട്രോ പോലെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത ലൂണയിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് വിഷമം തോന്നി, ഈ സീൻ കട്ട് ചെയ്തല്ലോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, പഴയ ഒരു സാധനത്തിൻ്റെ ഒരു സാധനം ഇട്ട് കൊടുത്തേക്കാം. അതിൽ വന്ന ക്രിറ്റിസിസം ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഇത് പഴയ സാധനം തന്നെയാണോ കൊണ്ടുവരുന്നത്? ഇത് തന്നെയാണെങ്കിൽ പിന്നെ പോണ്ട. അപ്പം മിഥുൻ ആദ്യം എന്നോട് ചോദിച്ചു, ചേട്ടാ ആ സീൻ ഇടണ്ടായിരുന്നല്ലേ, നല്ല തെറി വരുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കാണും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് മിഥുൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 2 മണിക്കൂർ കഴിഞ്ഞത് നല്ല വ്യൂവർഷിപ്പ് ഒക്കെ പോയി. എന്നിട്ട് ചേട്ടാ അത് ഇട്ടത് നന്നായി അല്ലേ? ഞാൻ പറഞ്ഞു അതെ, കാരണം ഇതല്ലല്ലോ നമ്മുടെ പടം. അപ്പൊ ഈ പറയുന്നവന്മാര് ഇതും കൊണ്ട് ഇങ്ങോട്ട് വാന്ന് പറയുന്നവര് നാളെ ഇത് മാറ്റി പറയില്ലല്ലോ, നമ്മൾ ഇതല്ലല്ലോ കൊണ്ടുവന്നിരിക്കും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയായ മുഹൂർത്തം അതാണ്. സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ആ പഴയ ഫോർമാറ്റിൽ ഒരു സാധനം എടുത്ത് നമ്മൾ ഇട്ടു. അപ്പം അതിനകത്ത് നല്ല ക്രിറ്റിസിസവും അത്യാവശ്യം തെറിയും ഒക്കെ കിട്ടി. അവിടെയാണ് ഞങ്ങൾ ഹാഫ് സാറ്റിസ്ഫൈഡ് ആയത്. അപ്പം ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഒരുപാട് ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഒരു 80% ഓഫ് ദ ഓഡിയൻസ് അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഇവോൾവിങ് ആണ് ഇന്നത്തെ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മുടെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമ്മൾ പഠിച്ചപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ പുതിയ ഓഡിയൻസിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതും അവർ കാണുന്ന സിനിമ, അവർ കാണുന്ന ജോണർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവരെന്ത് അക്സെപ്റ്റ് ചെയ്യും, എന്ത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഡെയിലി എവറി ഡേ വി ആർ ലേണിങ്. ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ നമ്മളാരും ചിരിക്കുന്ന ഹ്യൂമറിനോ ഒന്നും അല്ല അവർ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പടക്കളം കണ്ടു. പടക്കളത്തിൻ്റെ ടെക്നിക്കൽ പ്രിവ്യൂ നമ്മൾ പിന്നെ സിനിമ അതൊരു യൂത്ത്, അതിൻ്റെ ടീം തന്നെ യൂത്തായിരുന്നു. എന്ന് വെച്ചാൽ അതിൽ അഭിനയിക്കുന്നവരും അതിൻ്റെ ടെക്നീഷ്യൻസും എല്ലാം ഒരു യങ് ക്രൗഡാണ്. അപ്പോൾ ഇവർ ആ സ്ക്രിപ്റ്റ് കൊണ്ട് നമ്മളതിൻ്റെ സ്റ്റോറിയാണ് കാണുന്നത്. പക്ഷേ ഇവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവർ ആ സമയത്തിടുന്ന കൈന്നിപ്പം നമ്മൾ പഴയ കാലത്ത് ജഗതി ചേട്ടൻ തൊട്ടിട്ട് ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കുന്ന ധർമ്മജൻ ഉൾപ്പെടെ ഇംപ്രവൈസിങ്ങിൻ്റെ ആളുകളാണ്. ഈ ജനറേഷനിലും ഇംപ്രവൈസിങ് ഉണ്ട്. പക്ഷെ അവരിടുന്ന ജാഗൻസ്, അവർ സംസാരിക്കുന്ന ഭാഷ, അവരിടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഞാൻ ആ ടെക്നിക്കൽ പ്രിവ്യൂവിൽ ഇരിക്കുമ്പോൾ ചില വാക്കുകളൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ സിനിമയിൽ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമ്മൾ ഇരിക്കുമ്പോൾ അതിനൊക്കെ ഇവർ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഒരു ടോട്ടലി ഡിഫറെന്റ് പാരലൽ വേൾഡ് അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലായില്ല. ഇന്നലെ വാഴ ഞാൻ കാണുമ്പോഴും അത് തന്നെയാണ്, വി ആർ ലേണിംഗ്.
സോ ഇനി അങ്ങനെയുള്ള പുതിയ പുതിയ എക്സ്പെരിമെന്റ്സുമായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. Yeah. ഇപ്പൊ ഈ ഫ്രൈഡേയുടെ അണ്ടറിലുള്ള സിനിമകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇപ്പൊ മിക്ക സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അറിയാനായിട്ട് പറ്റും. ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവിടെ വന്നത് കൊണ്ട് ഇതിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു നല്ലൊരു ധാരണ ഇപ്പം ഉള്ളത് കൊണ്ടാണോ ആ ഒരു പേരെപ്പോഴും അങ്ങനെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എന്നെ ആദ്യം ഞാനൊരു സിനിമ ഇങ്ങനെ ഇപ്പം യു ആർ കമ്മിങ് ടു ടെൽ മീ എ സ്റ്റോറി, അതിൻ്റെ ഒരു തുടക്കം ഒരു 5 മിനിറ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും ഇതിൻ്റെ ടൈറ്റിൽ എന്താ ഇട്ടിരിക്കുന്നതെന്ന്. ചിലർ വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറയും, ചിലർ ഒരു ടൈറ്റിൽ പറയും. ആ ടൈറ്റിൽ നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഹുക്കാവും. എനിക്ക് ആ ടൈറ്റിൽ അങ്ങ് വർക്കായി എന്ന് പറയുന്നപ്പം എനിക്ക് ഒരു സിനിമയുടെ ടൈറ്റിൽ അതിൻ്റെ പ്രൈമറി ഓഡിയൻസിനെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ടൈറ്റിൽ ഒരു സിനിമ എന്താണോ അതിൻ്റെ ടൈറ്റിൽ അങ്ങനെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ടൈറ്റിൽ തന്നെ ആദ്യം തന്നെ ഹുക്ക് ചെയ്യിക്കണം. അതിനുശേഷം അതിൽ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് കണ്ടന്റ് അതിൽ ഓരോ അതിൻ്റെ ഇൻട്രോൽ ബ്ലോക്ക്, അതിൻ്റെ ക്ലൈമാക്സ്, ഇത് ഒരു അതായത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ജോണർ എന്താണോ ആ ജോണറിൽ അത് 100% അതിന് ഇത് ഐ മീൻ ആ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെ 100% എൻഗേജ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കോമഡി ആണെങ്കിൽ ആളുകളെ ചിരിപ്പിക്കണം ടു ദ പീക്ക്, ഫീൽ ഗുഡ് ആണെങ്കിൽ ആൾക്ക് അതൊന്ന് ഒന്ന് കൊള്ളണം അല്ലേ, ഹൊറർ ആണെങ്കിൽ പേടിപ്പിക്കണം. അത് അല്ലാതെ അവിടെയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്ത് അവിടെ കൊണ്ട് എത്തിയില്ല എന്ന് പറയുന്ന ഇതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഓരോ സിനിമയ്ക്കും ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഓരോ സിനിമയ്ക്കും ഓരോ പ്രൈമറി ഓഡിയൻസും സെക്കൻഡറി ഓഡിയൻസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജൂൺ എന്ന് പറയുന്ന സിനിമ, ഈ ജൂൺ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ 10 തൊട്ടിട്ട് ഒരു ഫീമെയിൽ 32 വരെ ആണ് അതിൻ്റെ പ്രൈമറി ഓഡിയൻസ്. അവർക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അവരെയാണ് ഞാൻ ആദ്യം തിയേറ്ററിൽ എത്തിക്കേണ്ടത്. പിന്നെ സെക്കൻഡറി ഓഡിയൻസ് അവരുടെ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് ഒരു സെക്കൻഡറി ഓഡിയൻസ് അതിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഹൊറർ സിനിമ എന്ന് വിചാരിച്ചിട്ട് ഒരാളിപ്പോൾ ഹൊറർ ഇഷ്ടമാണ്, ഇതിപ്പോൾ അടിയപ്പേരെ കൂട്ടമണി ഒരു സിനിമ ഇത് ഹൊററാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം കാണാൻ വരുന്ന ഒരു ടോട്ടലി ഡിഫറെൻ്റ് ഒരു ഓഡിയൻസ് ആയിരിക്കും അല്ലേ. അവർക്ക് ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല, അവർ പറയും എന്തോ ഒരു സാധനം. പക്ഷെ അതിൻ്റെ കാരണം സിനിമ മോശമായതുകൊണ്ടല്ല, അവർ എക്സ്പെക്ട് ചെയ്ത സാധനം അതല്ല. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രൈമറി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കീ മന്ത്ര എന്ന് പറയുന്നത്. അപ്പം കമ്മിങ് ടു ആടിപ്പം ഈ ഫസ്റ്റും സെക്കൻഡും നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. ഫസ്റ്റ് അധികം കയറിയില്ല, സെക്കൻഡ് പിന്നെ ആളുകളിലേക്ക് എത്തി. എനിക്ക് ഭയങ്കര ഒരു കോർ മെമ്മറി ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പഠിച്ച കോളേജിൽ 2017 ഞങ്ങളുടെ കോളേജ് ഫിലിം ഫെസ്റ്റിവലിന് ആട് ഫസ്റ്റ് ഫിലിം ഫെസ്റ്റിന് പ്രിവ്യൂ ഉണ്ടായിരുന്നു. എനിക്കതാണ് അതെനിക്ക് തോന്നുന്നു എല്ലാ ഇൻഫർമേഷനും എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെയായിരുന്നു ആടിന്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇറങ്ങിയപ്പോൾ എനിക്ക് പോയി കാണാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ കോളേജിൽ അങ്ങനെ കിട്ടിയിട്ട് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അപ്പോൾ സെക്കൻഡ് കാണാനുള്ള ഒരു ആഗ്രഹം ആ വർഷം തന്നെ വന്നു, സെക്കൻഡ് വന്നു. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പ് ഇത്രയും കഴിഞ്ഞിട്ട് എത്തി. അതും ഈ ഒരു റിസ്ക് എലമെന്റിന്റെയും പറഞ്ഞിരുന്നു, ജോണർ ഷിഫ്റ്റിന്റെ. ആട് 1ഉം 2ഉം പ്രതീക്ഷിച്ച് അത് കിട്ടാത്തവരുടെ ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അത് 100 കോടി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു ആദ്യം തന്നെ? എന്നിലെ പ്രൊഡ്യൂസർ ഈ ഒരു റിസൾട്ടിൽ കുറഞ്ഞൊന്നും കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു. കാരണം അത്രയും വലിയ ഒരു കോസ്റ്റിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ആവണം. ഒന്ന് ഇപ്പം ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ഇപ്പം ആട് 2-നെക്കാട്ടിലും 5 or 6 times ബിഗറാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അത് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും അതിന് ഇത് ചെയ്യുന്നത്. നമ്മൾ ഡെഫിനറ്റ്ലി ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുടക്കുമുതൽ തിരിച്ച് കിട്ടണം എന്നെനിക്ക് ഉറപ്പുണ്ടാവണം മെൻ്റലി. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അത് വരണം എന്നുമില്ല. അപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവാലുവേറ്റ് ചെയ്തത് ഈ സിനിമയുടെ ഫാൻ ഫോളോയിങ് നമ്പർ 1, ഈ സിനിമ എന്ന് പറയുന്ന ഈ ക്യാരക്ടേഴ്സിൻ്റെ. 2, ആട് 2 എന്ന് പറയുന്ന സിനിമയുടെ എൻ്റെ ബോക്സ് ഓഫീസ്. അതിനുശേഷം ഇൻഫ്ലേഷൻ പ്ലസ് ഈ സിനിമ ബോക്സ് ഓഫീസിലല്ലാതെ OTT-ലൂടെയും സാറ്റലൈറ്റിലൂടെയും കണ്ട ഒരു ഫ്രഷ് ഓഡിയൻസ്. നമ്പർ 2, ഞാൻ പറഞ്ഞില്ലേ 5 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടി 15 വയസ്സായി,
അന്ന് 5 വയസ്സുണ്ടായിരുന്ന കുട്ടി ചിലപ്പം ആട് ഓർമ്മ വേണമെന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസിന് നമുക്ക് OTT വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടോട്ടൽ ഓഡിയൻസിന് ഇത്രയും ഓഡിയൻസ് എന്തായാലും ഈ ഈ ഈ സിനിമ കാണാൻ മിനിമം എത്തണം. മിനിമം. അതായത് ഇപ്പം നമ്മൾ ഒരു വേറൊരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വാല്യൂറ്റ് ചെയ്യുന്ന ഒരു ട്രെയിലർ ഇടുമ്പോൾ നമ്മളിപ്പം ഗൂഗിൾ ആഡ്സോ ബൂസ്റ്റിങ്ങോ ഒന്നും ഇല്ലാതെ നമ്മൾ ഇട്ട് നോക്കും. അപ്പം അതിൻ്റെ ഓർഗാനിക് ഗ്രോത്ത് എന്താണോ ആ ഓർഗാനിക് ഗ്രോത്തിൻ്റെ 20% എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ ആയിരിക്കും. അങ്ങനെ അപ്പം ആട് ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഈ എൻ്റെ പഴയ ആട് 2ൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്ലസ് അതിൻ്റെ ഒരു ഹൈപ്പ്, പിന്നെ എനിക്ക് എന്നോട് തന്നെ ഞാൻ 8 വർഷം എവിടെ പോയാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആട് 3 വരും, ആട് 3 എന്ന് വരും, ആട് 3 എന്ന് വരും. കേട്ട് ചെവിയൊക്കെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹൈപ്പ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റായിട്ട് നല്ല ഹൈപ്പിൽ നല്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിലേക്ക് എത്തിച്ചാൽ ഈ ഒരു ഫസ്റ്റ് 7 days ഇങ്ങനെ ഒരു കളക്ഷൻ വന്നേക്കാം എന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. അതിനെ നമ്മളെപ്പോഴും ഒരു സേഫ് സൈഡ് ആണല്ലോ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, ഇത്രയും എങ്കിലും വരും എന്നുള്ളത്. പക്ഷെ അതിനെയൊക്കെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കളക്ഷനാണ്. ഗംഭീരമായ ഒരു കഥ. പ്രോബബ്ലി അത് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ആ ഇറക്കിയ സമയത്തിൻ്റെ കൂടാണ്. ആ ഇറക്കിയ സമയത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, there was a whole lot of ഇഷ്യൂസ് അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കാതെ വോർ വരികയും ആ സമയത്ത് ദുരന്തർ, ടോക്സിക്, ആട് എന്ന് പറയുന്ന 3 സിനിമകൾ, 2 അന്യഭാഷ ചിത്രമാണെങ്കിലും ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ആട് എങ്ങനെയാണ് ദുരന്തറിൻ്റെയും ടോക്സിക്കിൻ്റെയും കൂടെ കൊണ്ടുവന്നത്? അപ്പോൾ അവർ അതിനകത്ത് എന്തുകൊണ്ട് ഞങ്ങൾക്കും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെ വോർ വരുന്നു, ഇത് ഇറങ്ങുമോ ഇറക്കത്തില്ല എന്നുള്ള ഒരു ഭയങ്കര ചർച്ചകൾ, അങ്ങനെ ടോക്സിക് മാറുന്നു. അപ്പോഴും നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ബേസിക്കലി അതവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി ഞാനും മേടിച്ചെടുക്കും ഇതെങ്ങനെ ഇറക്കും, ഇത് ഇറക്കണോ? ബിക്കോസ് വി ഹാഡ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കേരളം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ റവന്യൂ വരുന്ന മാർക്കറ്റാണ്. അവിടെ നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടർ നമുക്കൊരു MG തന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് അവർ പറയുന്നത് ഞങ്ങൾ ആരോടും പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ വേണമെങ്കിൽ പറയാം, മേടിച്ചേട്ടൻ പറഞ്ഞുവെന്നും എനിക്കറിയില്ല. ഈ സിനിമ ഇറങ്ങുന്നതിന് 3-4 ദിവസം മുമ്പ് അവർ പറഞ്ഞു MG ഡീൽ വിൽ ബി ഓവർ, യു വിൽ ഹാവ് ടു റിലീസ് ദ ഫിലിം ഇൻ യുവർ ഓൺ റിസ്ക്. അവിടെയാണ് ഞങ്ങൾ കോൾ എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബിക്കോസ് തിയേറ്റർ അസോസിയേഷൻ ഒരുപാട് നാളായിട്ട് വലിയ സിനിമകളൊന്നും വരുന്നില്ല, 4-5 ആഴ്ചയായിട്ട് തിയേറ്ററുകളുടെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പം ഞങ്ങളത് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ നമുക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട്, ഓഡിയൻസ് മനുഷ്യരാണല്ലേ, അവർ ഒക്കെ അത്രയും റിസ്ക് എടുത്ത് കുറച്ച് പേര് ആട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് വരുന്നു. ആ ഒരു ഇഷ്ടവും സ്നേഹവും കൂടെ നമുക്ക് ആട് 3ൻ്റെ റിലീസിൽ കിട്ടി. പ്രതീക്ഷിച്ചതിനും മേലെയായിരുന്നു. പ്രതീക്ഷിച്ചതിനും ഒരു 6 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഒരു 100 crore ക്ലബിലേക്ക് കയറും എന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരു 10 ദിവസം കൂടെ അങ്ങനെ കയറി ബിൽഡ് ചെയ്ത് പോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതൊക്കെ നടന്നു. ഞാൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കണ്ട ഒരു റീലാണ്. പ്രിയപ്പെട്ട വിജയ് ബാബുവിനും മിഥുൻ മാനുവൽ തോമസിനും ആട് 1 നിങ്ങൾ എന്നെ പ്ലേസ് ചെയ്തു, അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നു. 2 ഒരു ഗസ്റ്റ് റോള് പോലെ എന്നെ കാണിച്ചു. 3 ഞാനില്ല. ആടിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നതാണ്. അടുത്തതിൽ ഉണ്ടാകുമോ നമ്മളെ ആട്? അല്ല, ആട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആട് പിങ്കിയെ നമ്മളിവിടെ കാണിച്ചില്ല. അത് കൂടാതെ നമ്മൾ പല റെഫറൻസും ആട്, അത് നമ്മൾ വളർന്നു അല്ലേ. ആട് എന്ന് പറഞ്ഞ സിനിമ വളർന്ന് അതിലുണ്ടായിരുന്നു. എന്റെ പേര് നിങ്ങൾ അവിടെ മാറ്റിയില്ല, അതവിടെ നമ്മൾ പിങ്കി പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലയിടത്തും നമ്മൾ പിങ്കിയെ ഉൾക്കൊള്ളിക്കാന്നിടത്തെല്ലാം പിങ്കിയെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത് ആട് 4 അല്ലെങ്കിൽ ആട് 3യുടെ പാർട്ട് 2 എന്ന് പറയുന്നത് മിഥുൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രാഞ്ചൈസി തന്നെ എൻഡ് ആവുകയാണ്. അപ്പൊ പിങ്കിക്കും ഒരു എൻഡ് വേണ്ടേ? എല്ലാ ക്യാരക്ടേഴ്സിനും ഉള്ള പോലെ പിങ്കിക്കും ഒരു പ്രോപ്പർ എൻഡിങ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് സ്ക്രിപ്റ്റിലുള്ളത്. ഇനി അടുത്തിനി വാഴ ഇപ്പം കഴിഞ്ഞ ദിവസം റിലീസായിട്ടേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ
ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സ്കൂളിൽ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സാറ്, അവരെ നമുക്ക് ഇഷ്ടമല്ല, കുറേ റീസൺ, അവരുടെ തന്നെ കയ്യിലിരിപ്പൊക്കെ കാരണമായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇതിൽ എന്തായാലും പോർട്രേ ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ സ്റ്റുഡൻസിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാണ്. എങ്ങനെയായിരുന്നു ആ ഒരു വാഴയിലേക്ക് എത്തിപ്പെട്ടതൊക്കെ? വാഴ എന്ന് പറയുന്നത് ബിബിൻ്റെ പ്രോജക്റ്റ് ആണ്. ബിബിൻ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത 16 ഡയറക്ടേഴ്സിലുള്ള ഒരാളാണ്. ഞങ്ങൾ വളരെ അടുത്ത ബന്ധം. ഞാൻ 2015 തോന്നുന്നു മുദ്ദുകവ്, 2015 മുദ്ദുകവ് ചെയ്തെങ്കിലും അന്നത് നമുക്ക് ബോക്സ് ഓഫീസിൽ വർക്കായില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഞാനും ബിബിനും പല പ്രോജക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിബിൻ്റെ മിക്ക പ്രോജക്റ്റിലും ഞാൻ ഉണ്ടാവാറുണ്ട്. അന്താക്ഷരി ആണെങ്കിൽ കൂടി ഒരു സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ ഒരുപാട് നാൾ ഞാനും ഇതിനും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഞാൻ ചെയ്യാനിരുന്ന പ്രോജക്റ്റാണ്. ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അന്ന് ബേസിൽ അതിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ബേസിൽ ഒരു ആക്ടറായിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അല്ല, അന്നത്തെ കാസ്റ്റും ഇതല്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരുപാട് പ്രോജക്ട്സ് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എനിക്ക് വന്നു അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഇപ്പോഴത്തെ അത് പ്രൊഡ്യൂസ് ചെയ്തവർ, അവർക്ക് ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെടുകയും അത് ബേസിലുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ ബിബിൻ ഒരു ദിവസം എന്നെ വിളിക്കുന്നു, ചേട്ടാ ഇങ്ങനെ അത് ബേസിൽ ബിക്കോസ് ബിബിൻ എന്നും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞാൽ നോ പ്രോബ്ലം, ഡോണ്ട് വെയിറ്റ് ഫോർ മീ, ജസ്റ്റ് ഗോ അഹെഡ്. അങ്ങനെ അത് വലിയ സക്സസ് ആവുകയും ഇന്ന് ബിബിൻ ദാസ് എന്ന് പറയുന്ന പിന്നെ ഗുരുവായൂർ അമ്പലനടയിലും അങ്ങനെ ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്ത് നിൽക്കുമ്പോൾ വാഴ എന്ന് പറയുന്നത് വാഴയും ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ഞാൻ 1 by 1 ആയിട്ട് പ്രോജക്ട്സ് എടുക്കാറുള്ളൂ. ഫ്രൈഡേ ഫിലിം ഹൗസ് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനെ വാഴ ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് ഇത്രയുണ്ട് എന്ന് പറഞ്ഞു. അതും ഇതേപോലെ പോയി വലിയ ഹിറ്റാവുകയും വാഴ 2 വന്നപ്പോൾ ബിബിൻ എന്നെ വിളിക്കുന്ന ക്യാരക്ടേഴ്സിൽ എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കതിൽ ജസ്റ്റിസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യാരക്ടേഴ്സിലാണ് ബിബിൻ വിളിക്കുക. അപ്പം ബിബിൻ എന്നെ ഈ വാഴയിലേക്ക് വിളിക്കുന്ന ആടിൻ്റെ ഒരു ഭയങ്കര പീക്കിൽ നിൽക്കുന്ന സമയത്താണ്. ആടിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഒരു ബ്രേക്ക് എന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പം ഭയങ്കര സ്ട്രെസ്സും ടെൻഷനിലും നിൽക്കുന്ന സമയത്താണ് ഞാൻ കഥ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു 22 ദിവസം വേണം വാഴ 2ലേക്കാണ്. ഞാൻ പറഞ്ഞ ആടിൻ്റെ ഒരു അല്ല ചേട്ടാ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാം, സ്കാറ്റർ ആവില്ല, നമുക്ക് സ്കൂൾ പോർഷനാണ്. അപ്പോൾ ആ സ്കൂൾ പോർഷനാണ് ചേട്ടനുള്ളത്. അപ്പം ഞാൻ കഥ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞാൽ അതൊന്നും കേൾക്കണ്ട, പുള്ളിക്ക് എൻ്റെ സ്വഭാവം വ്യക്തമായിട്ടറിയാം. പിന്നെ എനിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടറിൽ പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, ചേട്ടനെ എല്ലാവരും കണ്ടിട്ടുള്ളത് ഈ കോർപ്പറേറ്റ് കുറച്ച് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഈ ഫുള്ള് മറ്റേ അങ്ങനത്തെ ചേട്ടൻ ഇതുവരെ ആരും മുണ്ടെടുത്ത് ഒരു മുറുക്കാനൊന്നും ചമച്ച് കണ്ടിട്ടില്ലല്ലോ സിനിമയിൽ. ഞാൻ പറഞ്ഞു ശരിയാ, കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒരു മാഷാണ് പറഞ്ഞു. അപ്പോൾ മങ്കിപ്പനിൽ ഞാനൊരു മാഷിനെ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് പോളിഷ്ഡ് ആയിട്ടുള്ള മാഷാണ്. ഇത് നേരെ ഓപ്പോസിറ്റ്. പക്ഷെ മാനറിസം ഏകദേശം ഇത് ഇച്ചിരി കൂടെ ക്രൂവലാണ്, അത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ കിട്ടി. പിന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ചെയ്യാത്തൊരു ആക്ടർ എന്ന നിലയിൽ നമ്മളുടെ ഒരു ഇമേജ് ബ്രേക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, നമ്മൾ സ്റ്റീരിയോ ടൈപ്പായി ഇങ്ങനെ പോകണേ. അത് ആടാണ് എനിക്ക് അതിൽ നിന്നൊരു മാറ്റം കിട്ടിയത്, ഹ്യൂമർ ചെയ്തു എന്നുള്ളത്. അപ്പം എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് വർക്കായി. അപ്പം അതിനൊന്നും റിഹേഴ്സൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അതിൻ്റെ ടോട്ടൽ കഥ കേൾക്കുന്നത് തന്നെ ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോഴും എനിക്ക് അതിൻ്റെ ബാക്കി സെക്കൻഡ് ഹാഫ് എന്താവും എന്നൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ല അന്ന്. കാരണം ആടിൻ്റെ വർക്ക് നടക്കുകയാണ്. അത് ഞാൻ പറയാം, പടക്കളം റിലീസും ആട് തുടങ്ങുന്നതിൻ്റെ ഇടയിലായിരുന്നു ഇത്. അപ്പോൾ എൻ്റെ ടീം, എൻ്റെ ബ്രദർ ഉൾപ്പെടെ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആലുവ തന്നെ ഉണ്ട്, ഞാൻ എന്താവശ്യത്തിനും വരാം, സ്കൂളാണ്. അപ്പം 6 മണിക്ക് ഷൂട്ട് കഴിയും, ലൈറ്റ് പോകുമ്പോൾ ഷൂട്ട് കഴിയും. അപ്പം കുഴപ്പമില്ല. അപ്പം ഇതിൻ്റെ ബ്രേക്കിലെല്ലാം ഞാൻ പോയിട്ട് മറ്റേ ഫോണിലാണ് അവിടെ. അപ്പം അത് പെട്ടെന്ന് വരും. എനിക്ക് ആ ക്യാരക്ടറിലേക്ക് കയറാൻ പറ്റി. അതെന്തോ ദൈവാനുഗ്രഹം എന്ന് എനിക്ക് കയറാൻ പറ്റി. ഞാനിപ്പോഴാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഈ ആടിൻ്റെ റിലീസ് പോസ്റ്റ് പ്രൊഡക്ഷനും ഷൂട്ടും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പോയത് ഡബ് ചെയ്തത്. ആ ഡബ് ചെയ്തപ്പോഴും ഞാൻ എൻ്റെ സീൻസ് മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സ്റ്റോറി പോലും എനിക്കറിയില്ല, എൻ്റെ പ്രിവ്യൂ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സീൻ മാത്രം കണ്ടു. പക്ഷേ ഇന്നലെ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ സച്ച് എ ഫെൻറ്റാസ്റ്റിക് ഫിലിം, ഐ മീൻ ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. എല്ലാ ഇമോഷൻസും
ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഗുണം, ആ ഡയറക്ഷൻ്റെ. അതായത് നമുക്ക് ഇപ്പോൾ ആ ഒരു യൂത്ത് അല്ലെങ്കിൽ ജെൻ സി എന്ന് പറയുന്ന ക്രൗഡിന് വേണ്ട ടൈപ്പിലുള്ള ഹ്യൂമർ, അവരുടെ ഇമോഷൻസ്, അവരുടെ പ്രശ്നങ്ങൾ, അത് സെക്കൻഡ് ഹാഫിൽ എക്സ്പെഷ്യലി ആ ഇമോഷൻസ് ഭയങ്കര ഗംഭീരമായിട്ട് ഒരുപാട് മെസ്സേജസ് ഉള്ള ഒരു സിനിമ. അതങ്ങനെ സംഭവിക്കുന്നതാണ് ചിലപ്പോൾ. ഇതിലിപ്പം ഹാഷിറാൻ ടീമിനെ അവരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാഴ 1 ഇറങ്ങിയതിന് ശേഷം വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം ഇവരുടെ കൂടെ നിന്ന് അഭിനയിച്ചു, ഇവരെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാണുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന്. അയ്യോ, അത് എനിക്ക് സത്യത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ അൽഗോരിതം ചിലപ്പോൾ വേറെ ആയിരിക്കും. ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ക്രിക്കറ്റിൻ്റെ എല്ലാ ന്യൂസുകളും എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എനിക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനൽസിൻ്റെയും ഇതെനിക്ക് കയറി വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ആൽഗോരിതം ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പാരലൽ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നറിയാം. പക്ഷെ അതിലിങ്ങനെ സ്റ്റാർസ് ഉണ്ടെന്നും നമ്മളിപ്പം ഒരു കോമഡി സീരീസ് പോപ്പുലറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മൾ കാണും. 1-2 യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്താൽ അത് നമ്മൾ കാണും. ഇങ്ങനെ ഒരു പാരലൽ വേൾഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതിൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെന്നുള്ളതും ഒക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഇതാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പം ഈ വാഴ 1 ഇറങ്ങി, ഞാൻ വാഴ 1 കണ്ടെങ്കിലും അതിലുള്ള എല്ലാ മുഖങ്ങളും നമുക്ക് പുതിയതാണ് അല്ലേ. അപ്പോൾ എൻ്റെ മോനൊക്കെ ഈ ഹാഷിറിനെ എനിക്കറിയില്ല. ഓക്കെ, അപ്പം ഈ ലാസ്റ്റിൽ അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ എന്തോ 2-3 സീനിൽ ഒരു കൂട്ടം പിള്ളേരാണല്ലോ വരുന്നത്. അപ്പൊ അതിലൊരു ഹാഷിർ ഉണ്ട് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിൽ ഏതാണ് ഹാഷിർ അതറിയില്ല. ഹാഷിർ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത് ഏതാണ് ഹാഷിർ എന്ന് നമുക്ക് അറിയില്ല. അതൊന്നും നമ്മളെ പറഞ്ഞ അപ്രസക്തമാണല്ലോ. അപ്പം വാഴ 1 ഹിറ്റായി വിപിനെ വിളിച്ചു പറയണു. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ വാഴ 2 വരുന്നുണ്ടെന്നും അതിൽ ഹാഷിറാണ് നായകനെന്നും അതിലും ഇതേപോലെ കുറെ ഇൻഫ്ലുവൻസസ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, വിപിൻ്റെ അങ്ങനെ ഒരു വേറൊരു പടം എന്ന് പറഞ്ഞിട്ട് ഇതല്ല. അപ്പം ഞാൻ ഈ സ്കൂളിലാണ് ഷൂട്ട് ചെയ്യാൻ പോയത്. അപ്പം സ്കൂളിലൊരു അസംബ്ലി സീനാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഒരു 250 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാനവിടെ ചെല്ലുന്നു, എൻ്റെ സീൻ. അപ്പം പിള്ളേർ നമ്മളെ കാണുമ്പോൾ ഓടി വരും. ഒരു 10-15 പിള്ളേർ ഓടി വന്നു ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ യൂണിറ്റിൽ മടങ്ങി എനിക്ക് പിള്ളേരോടെ പിരിക്കും, സാറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെയൊക്കെ. അപ്പം പിള്ളേർ ദേഷ്യം വന്നിട്ടൊക്കെ അവിടെ പോയൊക്കെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാനും അജുവും കൂടെ ഇരിക്കുന്നു, വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് പിള്ളേരൊക്കെ ഒരു കൺട്രോൾ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ കൂടിപ്പോകുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഈ ഇപ്പം പെട്ടെന്ന് ഇപ്പം ലാലേട്ടനോ അത് ആ എക്സാമ്പിളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു തമിഴ് നടൻ വിജയപുരം വന്നാൽ എങ്ങനെ അത് യൂണിറ്റുള്ളവരൊന്നും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ബിക്കോസ് ഇവര് ആദ്യത്തെ സീനാണ്, ഇവര് ആശ്രയം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അർജുൻ ചേട്ടാ എനിക്ക് തോന്നുന്നാണോ, ഞാൻ പറഞ്ഞു ഇതാരാ. അന്നാണ് ഞാൻ പുള്ളിയെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇതെങ്ങനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു റിസർച്ച് ചെയ്യുന്നതും. ഇവരെല്ലാം ഇവരുടെ ലോകത്തിലെ സൂപ്പർ സ്റ്റാർസ് ആണെന്നും ഇവർക്കൊക്കെ ഹൈ ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടെന്നും. പിന്നത്തെ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഇവരെ കൊണ്ട് ഒരു ഇത്രയും ഡെപ്തുള്ള കാര്യങ്ങൾ അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റുമോ, അതോ ഇവർ റീൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരു ഭയങ്കര ഡെപ്തുള്ള ഒരു ക്യാരക്ടർ. ഐ വാസ് മൈൻഡ് ബ്ലോൺ. ഞാൻ ആ സിനിമ കാണുമ്പോൾ എന്ത് രസമായിട്ടാണ് അവരുടെ ഇമോഷൻസ് അത് അത്ര ഈസി ആയിട്ടുള്ള ക്യാരക്ടർ എന്നല്ല. അവർ 4-5 പേരാണ് അതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എല്ലാ ഇമോഷൻസും ശരി. ഫസ്റ്റ് ഹാഫ് അവർക്ക് നാച്ചുറലായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം. കാരണം അവർ ചെയ്യുന്ന റീൽസുമായിട്ട് ചില ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ നാച്ചുറലി ക്യാമറ മറന്നാൽ മതി. ബാക്കിയെല്ലാം അവർ ചിലപ്പം ചെയ്ത ഡെയിലി അവർ യൂസ്ഡ് ആയിട്ടുള്ള വർക്ക്. പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങനെയല്ല. അതൊരു വളരെ സീസൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് പോലും അത്ര ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തു. അത് ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എനിക്കറിയാം അവർ ഓരോ ഫ്രെയിമും വളരെ കെയർഫുൾ ആയിട്ടാണ്. ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും ആംഗിൾ എന്തിനാണ് എടുക്കണത്? ഞാൻ
ഒന്നാമത് എനിക്ക് പോയിട്ട് ആ ഫോൺ ചെയ്ത് കാര്യങ്ങൾ നടത്താണ്ട്. അപ്പം ഒരേ സീൻ, എക്സ്പെഷ്യലി ആ സ്റ്റാഫ് റൂമിലെ സീൻ 360 ഡിഗ്രീസ് ആണ് അവർ ഇവിടെ വയ്ക്കുന്നു, ക്യാമറ അവിടെ വയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ വിപിൻ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും ആംഗിൾ എടുക്കണം. അപ്പം പറഞ്ഞു ചേട്ടാ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു ഫാസ്റ്റ് കട്ടിലാണ്. അപ്പം എല്ലാ റേഞ്ചും നമുക്ക് വേണം. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി ഞാൻ ഇന്നലെ കണ്ടു. വിപിൻ എന്താണോ അല്ലെങ്കിൽ സെവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് വളരെ രസമായിട്ട് അവർക്ക് ഒരു മൊണ്ടാജ് പോലെ പല 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 ഫ്രെയിം ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി ഞാൻ കണ്ടു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐ എം റിയലി ഹാപ്പിലി ഷോക്ക്ഡ് ദാറ്റ് ദ കിഡ്സ് ഹവ് ക്യാരിഡ് ദിയർ ക്യാരക്ടേഴ്സ് റിയലി വെൽ. പിന്നെ എൻ്റെ ക്യാരക്ടർ നമ്മളൊരു അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഈ ജെൻസിക്ക് ഇഷ്ടമുള്ള അവരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മളെ അവർ അംഗീകരിക്കുന്നത്. അല്ല നമ്മൾ ഇത്രയും നാള് ഇവിടെ ഉണ്ടായിരുന്നൊന്നും നമ്മളിങ്ങനെ കുറേ പടത്തിൽ അഭിനയിച്ചൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെ പടം, അവരുടെ സാധനം, അതിൽ അത് എനിക്ക് തോന്നുന്നു ആട് 3-യും വാഴയും. ഇപ്പം ഞാൻ കുറേ നാളുകൾ ചിലപ്പോൾ അഭിനയിക്കാതിരിക്കും, കാരണം പ്രൊഡക്ഷനുമായിട്ട് ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കാതിരിക്കും. പക്ഷേ ആട് പോലൊരു സിനിമ, ആട് 2 പോലൊരു സിനിമ ഏഷ്യാനെറ്റിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടും, പല വീടുകളിലും അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സജീവമായി നിൽക്കുന്നു എന്നറിയുന്നത്. ഇപ്പം ഞാൻ തന്നെ എത്രയോ നാളായിട്ട് ഞാൻ അഭിനയിക്കുന്നത്, കാരണം പ്രൊഡക്ഷനായിട്ട് അത്ര തിരക്കാണ്. വൺ ആഫ്റ്റർ ദ അതർ. ഞാൻ ആകെ അഭിനയിച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം ആടും വാഴയുമാണ്. ഇത് രണ്ടും ഹിറ്റാവുമ്പോൾ നമ്മൾ 10-15 പടത്തിൽ അഭിനയിക്കുന്നതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം ഒരുപാട് അങ്ങോട്ട് ജോലി എടുക്കേണ്ടിയും വന്നില്ല, എന്നാൽ അഭിനയിച്ച രണ്ടും വർക്കായി. അങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയില്ലേ, നമ്മളെ ഔട്ട് ഓഫ് സൈറ്റ് ഇസ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം അഭിനയിച്ചാൽ രണ്ടും വർക്കാവുമ്പോ കുറച്ച് ദിവസമേ പണിയെടുത്തുള്ളൂ, എന്താ സന്തോഷം കിട്ടി, സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതെ, ഈ സെയിം മൂവിയിൽ തന്നെ ഇപ്പൊ ആട് തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൊഡക്ഷനും ആക്ടിങ്ങും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് എത്ര റിസ്ക് ആയിരിക്കും? ആദ്യമായിട്ടാണ് അതൊരു ഇത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആട് 3. അതെങ്കിൽ എനിക്കത് ഈസിയാണ്, നമ്മൾ ചിരിച്ചു കളിച്ചൊക്കെ. ബിക്കോസ് ഇതുവരെയുള്ള എൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ മീഡിയം സൈസ് ബഡ്ജറ്റിൽ ഭയങ്കര റിസ്ക് എടുക്കാതെ. ഞാനൊരു സിനിമ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് സിനിമ എടുക്കാൻ പറ്റുമോ, അതിനുള്ള ബാങ്ക് ബാലൻസ് എൻ്റെ ഉണ്ടാവുമോ, അങ്ങനെയുള്ള സിനിമകളെ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള. അപ്പം ഓക്കെ, ഇതങ്ങോട്ട് ഇനി പരാജയപ്പെട്ടാലും എത്ര പരാജയപ്പെടും, അത്ര മോശമായിരിക്കണം നമ്മുടെ ജഡ്ജ്മെൻറ്റ്, അത് അത്ര വീക്കാവണം. ഓക്കെ, ഇത്രയൊക്കെ ഇത് എന്തായാലും പോവും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ നല്ല സിനിമകൾ OTTക്ക് അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് മോശമല്ലാത്ത ഒരു കണ്ടന്റ് ബോക്സ് ഓഫീസിൽ എന്തോ കാരണം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ തഴയില്ല. ഓക്കെ, ഹീസ് ഹിയർ ടു സ്റ്റേ, ഹി വിൽ കം അപ്പ് വിത്ത് ബെറ്റർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഹി ഹാസ് ഗിവൺ അസ് മെനി. അതുകൊണ്ട് നമ്മളെ തഴയില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയർ കണ്ടന്റ് ആണ് സെറ്റിൽ. വലിയ സ്ട്രെസ് അധികം എടുക്കാറില്ല. 1-2 ദിവസം മഴ അല്ലെങ്കിൽ 10 ദിവസം മഴ പെയ്യുമ്പോഴൊക്കെ ഒരു 10ാമത്തെ ദിവസം ആകുമ്പോഴാണ് നമ്മളൊന്ന് പേടിച്ചു തുടങ്ങുന്നത്. അല്ലെങ്കിൽ എൻ്റെ ടീം അവർക്കറിയാം, അവരുടെ ജോലി അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ ഞാൻ അങ്ങ് പ്രൊഡക്ഷൻ ക്രിയേറ്റീവ് ടീമിൻ്റെ കൂടെ അങ്ങ് ആവും. പ്രൊഡക്ഷൻ ടീമിനെ ഞാനും ഒരു പ്രൊഡ്യൂസറായിട്ടാണ് കാണുക, മനസ്സിലായി. അപ്പം പക്ഷെ അത് ആദ്യമായിട്ടാണ് ഇതൊരു ഭയങ്കര സ്ട്രെസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഞാൻ എൻ്റെ പല സീനുകളും വേണോ, എനിക്ക് ഇതെങ്ങനെ ഞാൻ പോയി അഭിനയിക്കും എന്ന് വരെ തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സ് വന്നിട്ടുള്ളത് ആടിലാണ്. കാരണം ഭയങ്കരമായിട്ട് മഴ നമ്മളെ എഫക്റ്റ് ചെയ്യപ്പെട്ടു. ഇത്രയും പേര് സെറ്റിൽ. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് സീൻ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് പുല്ലുവിലയാണോ എന്ന് പറഞ്ഞിട്ട് ആ സീനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്, നല്ല പൊരിവെയിലാണ്. അപ്പം ഭയങ്കര വെയിലത്ത് ഇപ്പം നമുക്ക് സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സെറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേയുടെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ അന്ന് തന്നെ ആ ഷോട്ട് എടുത്ത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പോൾ നമ്മളിത് വിചാരിച്ചില്ല മഴ പെയ്യുമെന്ന്. കാരണം പീക്ക് സമ്മറിലല്ലേ, മേയുടെ മിഡിലൊക്കെ മഴ പെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ജൂണിലാണല്ലോ നമ്മൾ സാധാരണ മഴ പെയ്യുന്നത്. അപ്പം നമ്മൾ അതിനുള്ള ബാക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിഷമം എന്ന് പറയുന്നത്
ഇത്രയും ആൾക്കാർ ഓടുന്നവർക്ക് ഒരു ഷെഡിനുള്ള ബാക്കപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പോയി എവിടേക്കോ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയിട്ട് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുകയും അതിനിടയ്ക്ക് അവിടെ ഒരു ഫോറിനർ ആക്ടർ, സാധാരണ നമ്മൾ ഒരു തേർഡ് പാർട്ടിക്കാണ് ഇവരെ ആയത്. അപ്പം അവരാണ് അതിൻ്റെ പേപ്പർ വർക്ക് ഒക്കെ നോക്കേണ്ടത്. അവർക്ക് ആധാറുണ്ടോ, അവർക്ക് ഇവിടെ നിൽക്കാനുള്ള ഇതുണ്ടോ. അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം ഇവർ വന്ന് ഇപ്പം നമ്മളിതെല്ലാം കൊണ്ട് ഡോക്യുമെൻറ്റ്സ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ വേണം. പിന്നെ റൂൾസ് ഉണ്ട്. അപ്പം നമ്മളിതെല്ലാം കൂടെ ഏജൻസ് കൊണ്ടുവരുന്നു, നമ്മളത് കൊടുക്കുന്നു. ഈ സീനിൽ കമ്മിറ്റ് ചെയ്ത് അത് 2 മണിക്കൂർ അഭിനയിച്ച സന്നിവേൻ്റെ തൊട്ട് പുറകിക്കുന്ന ആളാ. അയാളുടെ പേപ്പർ വർക്ക് കറക്റ്റ് അല്ല. അപ്പം തന്നെ പോലീസ് വന്ന് അയാളെ പിടിച്ചോണ്ടി. നല്ല സീനിൽ കമ്മിറ്റഡാ, കംപ്ലീറ്റ് ബാക്കി നിൽക്കുകയാണ്. ഒരു 2 അടുത്ത ഷോട്ടിൽ അയാളില്ല. ഡയറക്ടർ ടീമിനോട് ഞാൻ അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ നമ്മുടെ തല കയറിയിട്ട് അപ്പോഴാണ് ഈ ഷോട്ട് അഭിനയിക്കാൻ പറയണത്. ഒന്നാമത് നമ്മളുടെ ഷർബത് ഷമീർ അല്ലല്ലോ ഇത്, അത് നമ്മൾ യൂസ് ആണ്. പക്ഷെ ഇത് ക്യാരക്ടർ ഷിഫ്റ്റാണ്, കോമഡി പടമാണ്. അപ്പം ആദ്യത്തെ ഷോട്ട് വേണം ആ സിനിമയുടെ. അപ്പം ഞാൻ എങ്ങനെയാണോ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് കാണിച്ചിട്ടാണ് മറ്റുള്ളവരും വന്നിട്ട് ഷർബത് ഷമീർ എന്ന് വറീദ് മാപ്പിള ആയത് വിജയബാബു ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് വേണിച്ചേട്ടൻ ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെ പുൾ ഓഫ് ചെയ്യും, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് ഇത്രയും വലിയ ബഡ്ജറ്റ് എന്നുള്ള ഒരു വിഷമമുണ്ട്. അത്രയും പ്രശ്നത്തിനിടയ്ക്ക് ഞാൻ അഭിനയിച്ചത് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. അയ്യോ, പക്ഷെ കാണുമ്പോൾ നമുക്ക് തോന്നില്ലല്ലോ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ വന്നു. കുറെ കഴിയുമ്പോൾ ഷർബത് ഷമീറിന്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ടയേർഡായി. 10 മാസമായില്ലേ പ്രൊഡക്ഷൻ ഇങ്ങനെ. ഞാൻ ഇതിനോട് പറഞ്ഞു ഞാൻ കുറേ സീൻ എന്തായാലും ഡ്യൂറേഷൻ കുറെ കൂടുന്നുണ്ട്. ഞാൻ ആദ്യം എൻ്റെ തന്നെ കുറേ സീനുകളൊക്കെ വെട്ടി. അതൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നും തീർക്കണം. ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സീനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് മറ്റേ കസാൻഡ്രയുടെ അടിയും കൊണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണീറ്റ് വന്ന് പിന്നെ വേറൊരു ഈ കുടുംബശ്രീയിലെ ആൾക്കാരുടെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വരുന്ന പോലെ ഒരു സീൻ. ഞാൻ പറഞ്ഞത് വേണ്ട, അത് കട്ട് ചെയ്യും. നമ്മൾ വേറൊരു ആക്ടറാണെങ്കിൽ അത് പറയില്ലല്ലോ. നമ്മൾ അതിൻ്റെ ആവശ്യമില്ല. അവിടെ നിന്ന് ഒരു കോള് വിളിച്ചാൽ മതി. ഇയാൾ അവിടെ വന്ന് കാണുന്നതായിട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു കോള് വിളിച്ചാൽ മതി, പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും നിർത്തിയാൽ മതി, ഫുൾ പോലീസ് ഇവിടെ അല്ലേ. അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ നമ്മൾ ഒരാളെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ അത് എന്തായാലും ഇപ്രാവശ്യമാണ് എനിക്കത് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്തത്. എന്തായാലും എങ്ങനെയൊക്കെയോ തരണം ചെയ്തു. വേണു സാറിന്റെ ഇൻവോൾവ്മെന്റോട് ആയപ്പോഴത്തേക്കിന് ആ സ്ട്രെസ്സിന് ഒരു റിലീഫ് വന്നിരുന്നു. അല്ല, വേണു സാറിന്റെ ഇൻവോൾവ്മെന്റ് വരുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോയിലേ ആ സ്ട്രെസ് ഫ്രീ മാറുന്നുള്ളൂ അല്ലേ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഇതിലേക്ക് ഒരു സിനിമ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് വേണുചേട്ടൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ പുള്ളിയുടെ പൈസ നഷ്ടപ്പെടരുത്. അവിടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോഴും ഇതിങ്ങനെ വരുമ്പോഴും കോസ്റ്റ് നമ്മൾ വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കോസ്റ്റ് ഉണ്ട് അല്ലേ, ആ കോസ്റ്റിൽ നിർത്തി അതിനൊരു ബിസിനസ് പ്ലാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, ഞാൻ ഈ കോസ്റ്റിൽ നിർത്തും, ഇതായിരിക്കും എൻ്റെ ഒരു ബോക്സ് ഓഫീസ് എക്സ്പെക്ടേഷൻ ഓൺ ദ പെസിമിസ്റ്റിക് സിനാരിയോ, റിയലിസ്റ്റിക് സിനാരിയോ ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോ. 3 സിനാരിയോ ഞാൻ കൊടുക്കും. അതായത് ഓൺ എ ഫെയിലിയർ ആവുകയാണെങ്കിൽ ഇങ്ങനെ പെസിമിസ്റ്റിക്കലി, റിയലിസ്റ്റിക്കലി ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക്കലി വി ക്യാൻ ഗോ അപ് ടു ഹിയർ. ഇപ്പം നമ്മൾ ആ ഒപ്റ്റിമിസ്റ്റിക് ഫിഗറിലാണ് ഞാൻ 7 ദിവസം കൊണ്ട് എത്തി എന്ന് പറയുന്നത്. ആൻഡ് ദ കോസ്റ്റ് അത് തന്നെ കൂടുതലാണ്, ആ കോസ്റ്റ് തന്നെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു 5% അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരാം. അതൊക്കെ അങ്ങ് മാറുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പ്ലാൻ മൊത്തം തെറ്റാണ്. ഒപ്റ്റിമിസ്റ്റിക് ആണ് വന്നാലേ റിയലിസ്റ്റിക് ആവുന്നുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അയ്യോ, അപ്പോൾ ആ ഒരു സ്ട്രെസ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടാണ്. പക്ഷേ ഡെഫിനറ്റ്ലി വേണുചേട്ടനെ പോലെ ഒരാൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രെങ്ത് അത് എന്ന് പറയുന്നത് ഒന്ന്, ഹീസ് എ വെരി സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെൻസുള്ള പ്രൊഡ്യൂസറാണ്. എന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അത് വർക്കാവുമോ ആവില്ലെന്ന്. വേണുചേട്ടനും ഇതേപോലുള്ള ഈ ജോണർ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് ബിക്കോസ് എന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കും. ഒന്ന്, നമ്മുടെ ഒരു ലോഡ് ക്യാഷ് ഫ്ലോയുടെ
ഒരുപാട് ലോഡ് നമുക്ക് കുറയുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആയിരുന്നില്ല ചിന്ത. വെളിച്ചെണ്ണ വന്നു കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ് ഇതായിരുന്നു. എങ്ങനെയാലും സ്ട്രെസ് കൂടെ ഓക്കെ. ഇപ്പം ഈ വാഴയിലെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ കൂടുതലുള്ളത്. അപ്പൊ ഇനി ഫ്രൈഡേയുടെ അണ്ടറിൽ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ വരാണല്ലോ, ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ല ഓൾറെഡി അതൊരു സിനിമയിൽ കുറെ പേര് വന്നു, അവരെ വെച്ചൊരു സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഫ്രൈഡേ അത് ഏറ്റെടുത്ത് അല്ല, അത് വാഴ വന്നുകൊണ്ട് മാത്രമല്ല. ഞാൻ കൽബ് എന്ന് പറയുന്ന എന്റെ സിനിമയിൽ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോഴാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ വൈ നോട്ട്, ഐ മീൻ ഇത് ഒരു പ്രൂവൺ ആൻഡ് സക്സസ്ഫുൾ അല്ലേ. ഇത് ഒരുപാട് പുതിയ ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഒരു ഭയങ്കര മോട്ടിവേഷനും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതായത് പണ്ടൊക്കെ ഒരു സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അല്ലേ. ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര നടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഷോർട്ട് ഫിലിംസ് വരുന്നത് അല്ലേ. ഷോർട്ട് ഫിലിംസ് വരുമ്പോൾ ഷോർട്ട് ഫിലിംസിലൂടെ, അപ്പോൾ ഇന്ന് ഒരാൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി എന്താണെന്നുള്ള സ്വന്തമായിട്ടും തന്നെ. ഇപ്പൊ പടക്കളം എന്ന് പറയുന്ന സിനിമയിൽ അരുൺ പ്രദീപ്, സാഫ് ബോയ്, ഇവരൊക്കെ റീൽസിൽ നിന്നും കണ്ടിന്യൂ വന്നിട്ടില്ല. അപ്പൊ ഇവര് വരുമ്പോഴും എനിക്ക് ഇവരെ അറിയില്ലായിരുന്നു. ഒരു ഓഡിഷന് വരികയും അത് പക്ഷെ ഡയറക്ടറിന് അറിയാമോ, അപ്പം തന്നെ നമുക്ക് ഈ ക്യാരക്ടറിന് ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരാൻ. സാഫ് ബോയ് വാഴയിലൂടെയും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ സാഫിൻ്റെ പടം മാത്രം ഞാൻ 18+ ഞാൻ കണ്ടിരുന്നു. അപ്പം സാഫിനെ എനിക്കറിയാം സിനിമയിലൂടെ വന്നുകൊണ്ട്. അപ്പം അരുണിനെ ഒന്നും എനിക്കറിയില്ല. അപ്പം ഈ അരുണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കോമഡിയാണ്. ഞാൻ പടക്കളത്തിൻ്റെ അപ്പം ഈ ഇത് പടത്തിൽ അഭിനയിക്കുമ്പം ഒരു പുതിയ ആക്ടർ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ ഓക്കെ, അപ്പം അത്യാവശ്യം നന്നായിട്ട് ഇച്ചിരി ലൗഡാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എസ് ടി കുഞ്ഞമ്മയല്ല നമ്മുടെ അപ്പം പടക്കളത്തിൻ്റെ ട്രെയിലർ ഇറക്കി. പടക്കത്തിൻ്റെ ട്രെയിലർ ഇറക്കിയിട്ട് ഞാനത് ബൂസ്റ്റും ഗൂഗിൾ ആഡും ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് പോയി. ട്രെൻഡിങ് ആയിട്ട് പോയിട്ട് ഞാൻ നോക്കുമ്പോൾ ട്രെൻഡിങ് നമ്പർ 4 എന്നാണ് അത് കിടക്കുന്നത്. പിന്നെ ട്രെൻഡിങ് നമ്പർ ഇങ്ങനെ 4-ൽ തന്നെ കിടക്കുന്നു, അങ്ങോട്ട് പോകുന്നില്ല. ഇത് ആരടാ ഇത്, ഈ ട്രെൻഡിങ് ഇതിന് മേളിലുള്ള 3 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചു നോക്കുമ്പോൾ 1 എന്ന് പറയുന്നത് ISL ഫുട്ബോളിന്റെ ഹൈലൈറ്റ്സ്. ഓക്കെ, ഗിവൺ ഫുട്ബോളിന് മാരകമായ ഫാൻ ഫോളോയിങ് ഉണ്ട്, അതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത് കിടക്കുന്നത് മലബാറിൽ നടന്ന ഒരു സുന്നത്ത് കല്യാണമാണ്. അതിന് ഭയങ്കര ഒരു ഈവന്റ് ആയിട്ട് കാണിച്ചിട്ട് അതിങ്ങനെ ട്രെൻഡിങ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു സുന്നത്ത് കല്യാണത്തിന്റെ റീലിനെക്കാട്ടിലും ഒരു നല്ല രസമാണ്. ഞാൻ അത് കണ്ടുട്ടോ, ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. മോശമായിട്ടുള്ള എടുത്തിരിക്കണം, ഒരു സിനിമ എടുക്കുന്നവരോട് അതാണ് അവിടെ രണ്ടാമത് ട്രെൻഡിങ്. അത് നമ്മൾ 10-12 കോടി രൂപയ്ക്ക് എടുത്തിരിക്കുന്ന പടം അതല്ല കോമഡി. അതിനുശേഷം മൂന്നാമത് കിടക്കുന്ന ആരാന്നറിയോ, ഈ അരുൺ പ്രദീപ് ഒരു ഫോൺ എടുത്തിട്ട് അവൻ തന്നെ 3 ക്യാരക്ടറായിട്ട് അഭിനയിക്കുക. അവൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ പറയുന്നു, പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് എന്തോ പറയുന്നു, പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇതേ ഉള്ളൂ. അതാണ് ട്രെൻഡിങ് 3. അതിന്റെ താഴെ പടക്കളം ട്രെൻഡിങ്ങിലപ്പോ അവിടെയാണ് ഓഡിയൻസ്. അതിന്റെ താഴെ ഉള്ളൂ. പിന്നെ എപ്പോഴും ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അതിന്റെ മേളിലേക്ക് വരുന്നത്. ഞാൻ ഇവനെ വിളിച്ചിട്ടാ, ഞാൻ നിനക്ക് ഇച്ചിരി ബഹുമാനം കുറച്ച് തന്നോ, സെറ്റിൽ നീ എന്നെ ഒന്ന് വിചാരിക്കുന്നുണ്ട്. അയ്യോ, അറിയാതെ ഒന്ന് ബഹുമാനിച്ചു പോയി. അങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള കുറേ പേര്, അവർക്കിപ്പം അവർക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷൻ എളുപ്പമാണ്. അവർക്ക് അവരുടെ ടാലന്റ് ഓഡിഷന് വരുന്നതിന് മുമ്പേ അവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അവരെ നമ്മൾ അങ്ങോട്ട് പോയി വിളിക്കുകയാണ്. ഇപ്പൊ ഫുക്രു എന്ന് പറയുന്ന ഇതിൽ അഭിനയിച്ച, ഇപ്പൊ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു റോള് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് വിനീത് എന്ന് പറഞ്ഞ അവർക്ക് ജോലി കിട്ടി. അവർക്കത് റിസൈൻ ചെയ്യാനോ തിരിച്ചു വരാനോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട്, അപ്പൊ അതിനെ സൗദിക്ക് വിട്ടപ്പം ഇതിന് റീപ്ലേസ്മെന്റ് വേണമല്ലോ. അപ്പം ഇത് ലാസ്റ്റ് മിനിറ്റാണ് വിനീത് ഇല്ല എന്ന് വിനീത് അറിയിക്കുന്നത്. അതായത് സിനിമ തുടങ്ങി, ഇനി അവരുടെ സീൻ എടുത്ത് അപ്പൊ പഴയ കാലത്തിലേക്ക് വരണം. അപ്പൊ ഇത് പെട്ടെന്ന് ആരെ വിളിക്കാവൂ, പെട്ടെന്ന് ആരെ വിളിക്കുക എന്നുള്ളതല്ല, 6 മാസം വേണം. 6 മാസം
വേണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ടർ, ഒരു എസ്റ്റാബ്ലിഷ് ആക്ടറിനെ നമ്മൾ വിളിക്കുമ്പോൾ ചെറുതോ വലുതോ ആണെങ്കിൽ പോലും 6 മാസം ഒരു പണിയില്ലാതെ നിൽക്കുന്നവരുണ്ടാവില്ല. എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ്. അപ്പം ഞാൻ ആലോചിച്ചു, പലരെയും ഇങ്ങനെ മനസ്സിൽ വന്നു വിളിച്ച്, എന്തെങ്കിലും ഇല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് എന്ന് പറഞ്ഞപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പം അവിടെ ഈ സെൽഫായിട്ട് ജോലി ചെയ്യുന്നവർക്കേ നടക്കുള്ളൂ, അതായത് സെൽഫായിട്ട് റീൽ ഉണ്ടാക്കുന്നവർ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, റീൽസിൽ നിന്നുള്ള ആരെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഇത് പാരലൽ വേൾഡ് അല്ലേ, അതിലെ ആൾക്കാരെ എനിക്ക് അറിയില്ലല്ലോ. മിഥുനും ടീമും ഒക്കെ ഭയങ്കര തിരക്ക്. അപ്പൊ ഏജ് കറക്റ്റ് ആയിരിക്കണം, 6 മാസം വേണം. അപ്പൊ എനിക്ക് ഈ ഫുക്രുവിന്റെ കാര്യം ഓർമ്മ വന്നു. കാരണം ഹോമിൽ അഭിനയിച്ചു അന്ന്, ഇതേപോലെ ഹോമിൽ ഗസ്റ്റ് അപ്പിയറൻസിന് ഇപ്പം വരികയും ഞങ്ങൾ ഹോം കണ്ടോണ്ടിരിക്കുമ്പോ എന്റെ മോമൻ ദേ ഫുക്രു. അപ്പൊ ഞാൻ നോക്കുന്നത് ഇവന് വേറെ ആരെയും അറിയില്ല അവനെ പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ചു, ഞാൻ ചോദിച്ചു, അങ്ങനെ ഭയങ്കര സന്തോഷം ആടെന്ന് പറഞ്ഞപ്പോൾ. ആടിൻ്റെ മോളിങ് ചേട്ടാ ഞാൻ നാളെ തന്നെ ഓടിയും വരും. ഞാൻ പറഞ്ഞു വേറെ എന്തുണ്ടെങ്കിലും ഞാൻ ക്യാൻസൽ ചെയ്യും, അത് പറയുകയേ വേണ്ട, ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ അവിടെ വന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രൈഡേ രണ്ടറിൽ തന്നെ വന്നിട്ടുള്ളതുണ്ട്, ജൂണ്, എങ്കിലും, ചന്ദ്രിക, അങ്ങനെയുള്ള സിനിമകളുണ്ട്, സൂഫിയും സുജാതയുണ്ട്. ഇപ്പം പലരും ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ പലരും മടിക്കുന്നതാണ് ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ എടുക്കാനായിട്ട്. പലർക്കും പല പ്രൊഡക്ഷനും പേടി ഉണ്ടാവാം, മടിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു കോൺഫിഡൻസോടെ ചെയ്യാനുള്ള ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ ഏറ്റെടുക്കാനുള്ള ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ എന്ന് ഒരു ബ്രാക്കറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഹോം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് അല്ലേ, മഞ്ജു പിള്ള ചെയ്തിരിക്കുന്നത്. ഇന്ദ്രൻസിനോടൊപ്പം തന്നെ അതിൽ ഒരു ചില സബ്ജക്റ്റുകൾ, അത് സബ്ജക്റ്റ് വരുന്നതനുസരിച്ചാണ് അവിടെ നമ്മളെ എക്സൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് സബ്ജക്ട്സുകൾ മാത്രമേ എഴുതപ്പെടുന്നുള്ളൂ. അത് കാലത്തിനനുസരിച്ച് മാറുന്നതാണ്. ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾ ഉണ്ടായിരുന്ന ആണ് മലയാളം. നമ്മൾ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ഇപ്പം ജൂൺ ഇപ്പം ഞാൻ ആട് 2 ചെയ്തു, ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, ഇനി ചെറിയ പടങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ, ഇനി നമുക്ക് ഫ്രൈഡേ വേറെ ലെവലിലേക്ക് പോകണം, വലിയ ഞാൻ പറഞ്ഞു എന്താ ഈ ചെറിയ പടങ്ങൾ വലിയ പടങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് അല്ല ബിഗ് ആക്ടേഴ്സ് ബിഗ് പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ പറഞ്ഞ ഒരു സിനിമയ്ക്ക് വേണ്ട. അത് ആട് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എന്ത് ചെയ്യണം എന്നിങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം അഹമ്മദ് എന്നെ കാണാൻ വരുന്നത്. അങ്ങനെ അഹമ്മദ് കൈയും കാലും വിറച്ചിട്ടൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ 16 പേരെ കണ്ടു കഴിഞ്ഞു അഹമ്മദ്, 16 പ്രൊഡ്യൂസേഴ്സിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു, 17ാമത്തെ പ്രൊഡ്യൂസറാണ് ഞാൻ. ഇതുകൂടെ കഴിഞ്ഞാൽ അഹമ്മദ് മുരടിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുന്ന എനിക്കത് ഭയങ്കര. അഹമ്മദ് ആ കഥ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയി. ഇത് ദിസ് ഇസ് ദ സ്റ്റോറി, ദിസ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് നെക്സ്റ്റ് എന്ന് അന്ന് തന്നെ തീരുമാനിക്കണ്ടായി. അന്ന് തന്നെ അഹമ്മദിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു. ഞാൻ ചെയ്തത് ജൂണാണ്. അപ്പം ഞാൻ ഈ ജൂൺ അനൗൺസ് ചെയ്യുമ്പോഴും പലരും എന്നെ വിളിച്ചു, എൻ്റെ അടുത്ത എന്തോന്നിത് വീണ്ടും ഒരു ചെറിയ എന്തോ പരിപാടിയാണല്ലോ ജൂൺ, ഒരു മാസ് സിനിമയുടെ പേരല്ലല്ലോ അത് എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത ഒരു സിനിമയാണ് ജൂൺ. എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു നല്ല സാധനം കിട്ടാൻ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ, ദിസ് ഇസ് എ പ്രോഡക്റ്റ് ഐ ഷുഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഞാനത് അന്ന് ഞാൻ ആദ്യം ഇട്ട ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്രാവശ്യം ജൂൺ ഫെബിൽ വരും, എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ന്യൂസ് ആർട്ടിക്കിൾ പോലെ ജൂൺ ഫെബിൽ വരും. അത് എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മനോരമയുടെയും ഏഷ്യാനെറ്റിന്റെ ഇതൊക്കെ വെച്ച് വിട്ട് അത് പലരും അത് വിശ്വസിച്ചു. അതിനൊരു ബെസ്റ്റ് ക്യാമ്പയിനുള്ള ഒരു അവാർഡൊക്കെ കിട്ടിയിരുന്നുണ്ട്. അപ്പം അത് അയ്യോ അപ്പൊ എൻ്റെ ബർത്ത്ഡേ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യൂട്ടായിട്ട് അയ്യോ അപ്പൊ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ ഞാൻ അയച്ചു കൊടുത്തവരൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വരുമെന്ന് പറഞ്ഞാൽ വരും ജൂൺ എന്ന് പറഞ്ഞിട്ട് രജിഷ വിജയന്റെ ഒരു പിക്ചർ മറ്റേ ക്ലിപ്പൊക്കെ ഇട്ട് സ്കൂൾ യൂണിഫോം ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ട് മൈ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകളാണ് ആക്ച്വലി. ഇപ്പം സൂഫിയും സുജാതയും, അത് സുജാതയാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. അപ്പം
സുജാതയെ കണ്ടുപിടിക്കാനായിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്തു. അത്രയും ആപ്റ്റായിട്ടുള്ളൊരു അതായത് 2 ഏജ് ചെയ്യണം, 20 വയസ്സും ചെയ്യണം, ഒരു 35 വയസ്സും ചെയ്യണം. സുജാത ഡാൻസറാണ്, കഥക് ഡാൻസറാണ്, 2 ഏജും ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണം. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ഒരു ഏജിന് ശേഷമുള്ള ആക്ട്രസസ് വളരെ കുറവാണ് ഇവിടെ. നമുക്ക് സ്കാസിറ്റി ഉണ്ട്. ഒന്ന് ഇവിടെ ആക്ടേഴ്സ് വരും, അവർ പെട്ടെന്ന് സ്റ്റാർഡം കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത ലാംഗ്വേജിലേക്ക് പറക്കണം, ഇവിടുന്ന് എക്സ്പോർട്ടഡ് ആണ്. പിന്നെ അവര് അവിടെയാണ് അല്ലേ, നമുക്ക് തിരിച്ചു പിടിക്കാൻ വലിയ പാടാ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുതിയ ആക്ടേഴ്സ് വരികയും അവർ ആ റേഞ്ചിലേക്ക് എത്തണം. അപ്പം നമുക്ക് ആക്ച്വലി ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ ഓറിയന്റ്, ഞാനതിൽ അങ്ങനെ ഒരു ജോണറൈസേഷൻ എനിക്കില്ലെങ്കിലും അതിൻ്റെ ഒരു അൺഅവൈലബിലിറ്റിയും കൂടെ നമുക്കുണ്ട് ഇവിടെ. മറ്റുള്ള ഒരു ആക്ടേഴ്സ് ഇവിടെ, നമ്മുടെ മെയിൽ ആക്ടേഴ്സ് ഇവിടെ അവിടെ തന്നെ നിൽക്കുന്നു. അവരുടെ മെയിൻ ഏരിയ ഇതാണ്. ഇത് ഇവിടെ നിന്ന് പോയാൽ പിന്നെ വരുന്നില്ല. ഞാൻ പറയട്ടെ, എത്ര പേര് നയൻതാര തൊട്ടിട്ടും കൊണ്ട് നോക്കുകയാണ്, ഇവിടുന്ന് പോയത് പിന്നെ വരുന്നില്ലല്ലോ. വന്നിട്ട് ഒരു സാധനം അഭിനയിക്കുന്നു, പോന്നു, പിന്നെ അവർ അവിടത്തുകാരായി. ഇപ്പൊ നമ്മുടെ രജിഷ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അമിത പോയി, ഇപ്പൊ അനുശ്വരയും കീർത്തി സുരേഷ്, അങ്ങനെ എത്ര പേര്, നമുക്ക് എല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാറായി. ഈ വിജയബാബു എന്ന പ്രൊഡ്യൂസറിനെ ഒരു ഡയറക്ടർ എന്ന രീതിയിലും ഒരു ആക്ടർ എന്ന രീതിയിലും എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുക? അല്ല, ഡയറക്ടറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഞാൻ എല്ലാ ഫോണും എടുക്കാറുണ്ട്. ഏറ്റവും ഈസിയസ്റ്റ് വേ ഏത് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എൻ്റെ നമ്പേഴ്സ് ഇവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള 4 പേരോട് ചോദിച്ചാൽ എന്തായാലും ഒരാളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. അതിൻ്റെ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യും. ഇതുവരെ ആരും ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെ അത്രയും ഹോപ്പോട് കൂടിയായിരിക്കും ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്ക് പ്രതീക്ഷയാണ് എനിക്കൊരു റെസ്പോൺസ്. അവർ ഇപ്പം നടക്കുമോ നടക്കത്തില്ല എന്നുള്ളതല്ല, ഒരു റെസ്പോൺസ്. പിന്നെ ഇതെനിക്ക് വർക്കായില്ല, നല്ല സാധനമാണ്, പക്ഷെ എൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് അത് ഫിറ്റിനാവുന്നില്ല. ചിലപ്പോൾ ഞാൻ അതുപോലത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യുന്നുണ്ടാവായിരിക്കാം, ആ ജോണർ എനിക്ക് ബോറടിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഞാൻ ഫിക്സേറ്റഡ് ആയിരിക്കും എന്തെങ്കിലും. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കും. ഞാൻ 1 പേജ് സിനോപ്സിസ് ആണ് ചോദിക്കുക. ചിലവർ പറയും ഒരു മേക്കിംഗ് ഫിലിം, അത് ഞാൻ വീഴത്തില്ല. എനിക്ക് 1 പേജ് സിനോപ്സിസ്. അപ്പം എൻ്റെ ഒരു നമ്പറുണ്ട്, ഞാൻ പറയും ഈ നമ്പറിലേക്ക് സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയക്കുക. അപ്പം ഞാൻ എവിടെ ഇരുന്നാലും, ഞാൻ ഫ്ലൈറ്റിലിരിക്കുമ്പോഴായിരിക്കാം, കാറിലിരിക്കുമ്പോഴായിരിക്കാം, ഞാൻ സമയമുള്ളപ്പോഴെല്ലാം സിനോപ്സിസ് അടിക്കുമ്പോൾ ഇതിങ്ങനെ വരും. തുറക്കാത്തതെല്ലാം ഞാൻ തുറക്കും. എന്നിട്ട് ചിലത് നമുക്ക് കണക്റ്റ് ആകുമ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ അയക്കും, വർക്ക് ഫോർ മീ, സെൻഡ് മീ എ ഡീറ്റെയിൽ 1 ലൈൻ എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വായിച്ചിട്ടാണ് അങ്ങനെ പല പ്രോജക്ട്സും ഉണ്ടായിട്ടുണ്ട്. ആക്ടിങ് സൈഡ് ഇപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ തന്നെ ഒരു ലാർജ് ഡേറ്റാബേസ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കാസ്റ്റിംഗ് വേണ്ടി വരുമ്പോൾ നമുക്ക് ഓഡിഷൻ, ആക്ച്വലി നമുക്ക് അത്രയും ഡേറ്റാബേസ് ഓൾറെഡി ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ വാഴ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കും, അതിൽ തന്നെ നമ്മൾ 5 പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്നുണ്ടാവാം ചിലപ്പോൾ. അപ്പം നമ്മൾ പല സിനിമകൾ, ഞാനൊരു സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ചിലപ്പം OTT-ലായിരിക്കും കാണുന്നത്, എനിക്ക് അവരുടെ പേര് ഒരു സീനിൽ വന്നവരെ പോലും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കും, എന്നിട്ട് ഇന്ന സിനിമ ഇന്ന സീൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആളുടെ പേര് അറിയത്തില്ലായിരിക്കും, നോട്ട് ചെയ്ത് വയ്ക്കും. നമ്മളൊരു കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളത് എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന ആള്, എന്നിട്ട് ആ കൺട്രോളറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ആ ഡയറക്ടറെ വിളിച്ചിട്ട് ഇതാരാ. ദാറ്റ്സ് എ ഈസിയസ്റ്റ് വേ ടു ഡു. കാരണം ഇപ്പോൾ ഓഡിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഈസി അല്ല ഓഡിഷൻ എടുക്കൽ ഇപ്പോൾ. കാരണം നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ, ഞാനിപ്പോൾ ഒരു പോസ്റ്റ് നമ്മൾ ഫ്രൈഡേയുടെ അടുത്ത പടത്തിലേക്ക് വേണമെന്ന് പറയുമ്പോൾ ദ നമ്പർ ഓഫ് പീപ്പിൾ ഒരു 5000, 6000, 10000 ഒക്കെയാണ് നമുക്ക് മെസ്സേജ് വരിക. അത് നമുക്ക് തുറന്ന് അത് ഓഡിഷന് നോക്കാൻ തന്നെ ഒരു 10-20 പേരുടെ ടീം വേണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരു 400-500 പേരെ നമ്മൾ ഓഡിഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ അത് ഒരു ഭയങ്കര പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ഓഡിഷൻസ് ഞാനിപ്പം നിർത്തി. പിന്നെ നമ്മൾ കാണാൻ വരുന്നവരെ നമ്മൾ പോർട്ട്ഫോളിയോ എടുത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ദാറ്റ്സ് വൈ
ഇപ്പം ഈ റീൽസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു തരം ഓഡിഷനാണ് അതെ അല്ലേ. അവർക്ക് ഒരുപാട് അവന്യൂസ് ഉണ്ട്. അവരെ നമുക്ക് ഒരു ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ഒരു ഇതേപോലുള്ള ചെറിയ ചെറിയ സിറ്റ്കോംസിലോ ഒക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര ടഫായിട്ടുള്ള കാര്യമല്ല. ടാലൻറ്റ് ഉള്ള ഒരാൾ അവിടെ എവിടെയെങ്കിലും എത്തിപ്പെടും. അതിൽ അയാളുടെ ടാലൻറ്റ് ഇതാവും, അത് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടും. ഐ വോണ്ട് യങ്സ്റ്റേഴ്സ് ടു നോ ദാറ്റ് ദോസ് ആർ അവന്യൂസ് വിച്ച് ആർ യുവർ ഓഡിഷൻസ്. അതിൽ പോയി നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് കാണിക്കാനും നമ്മുടെ അടുത്ത് എത്തിക്കാനുമുള്ള അവസരമുണ്ട്. ഓപ്പൺ ഓഡിഷൻസിൽ ഞാനിപ്പോൾ ബിലീവ് ചെയ്യുന്നില്ല. പലരും ഇപ്പോഴും ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. പിന്നെ ഫ്രൈഡേയുടെ അടുത്തത് ഏതായിരിക്കും സിനിമ വരുന്നത്? സോ കാലൻ്റെ തങ്കക്കുടം എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. എവിടെയൊക്കെയോ ഹ്യൂമറിൽ ചെന്ന് ചാടും. അതുകൊണ്ട് ഈ കാലൻ്റെ തങ്കക്കുടം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയ ഒരു പരിപാടിയാണ്. അത് പഴയ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ഇപ്പം സ്വർഗവും നരകവും ഒക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. മലയാള സിനിമ മാത്രമല്ല, തമിഴിൽ കണ്ടിട്ടുണ്ട്, തെലുങ്കിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ മോൻ്റെ പ്രായത്തിലുള്ളവരൊന്നും ഈ സ്വർഗം നരകം ആ ഒരു ഹ്യൂമർ വേർഷനിൽ അത് കണ്ടിട്ടില്ല. പഴയ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ ഒക്കെയാണ് നമ്മൾ കാലനെയും ചിത്രഗുപ്തനെയൊക്കെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ കുറേ പേര് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും, വിത്ത ആണെങ്കിലും അങ്ങനെ കുറച്ചൊക്കെ ക്യാരക്ടേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവർക്കൊരു മാനറിസം ഉണ്ടെന്നും അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ എനിക്കതൊരു പുതിയ ലൈനിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അങ്ങനെയാണ് കാലൻ്റെ തങ്കക്കുടത്തിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അത് കാലനും ചിത്രഗുപ്തനും കൂടെ ഒരു സാധനം തപ്പി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷൂട്ടിങ്ങാണ്. കുറച്ച് കഴിഞ്ഞു, ഇനി ബാക്കി അത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിപ്പം നമ്മൾ നേരത്തെ ആടിന് മുമ്പേ കൺസീവ് ചെയ്ത പരിപാടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്ത ജോണറുകളിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. അപ്പം ഞാൻ ഇതുവരെ ചെയ്യാത്തത് ഇപ്പോൾ ഫാൻറ്റസി കുറച്ചായി. എനിക്ക് ത്രില്ലർ ഒന്ന് ട്രൈ ചെയ്യണം. ഇതുവരെ അതിലേക്ക് ആ ത്രില്ലറിലേക്ക് പോയിട്ടില്ല. ഫ്രൈഡേ ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ജോണർ ചെയ്യാത്ത ഒരു ആക്ഷൻ അങ്ങനെയുള്ള കുറച്ച് ലാർജർ പരിപാടികൾ, അത് ആഡ് ചെയ്തുകൊണ്ടൊന്നുമല്ല. വി ആർ ഓൾസോ ഇവോൾവിങ്, വി ആർ ഓൾസോ ഗ്രോയിങ്. അപ്പോൾ കുറച്ച് ബിഗർ പരിപാടികൾ, അതിൽ പുതിയ സംവിധായകർക്ക് ഒരു അവസരം. അത് അത്രയും വലിയ റിസ്കിൽ, കാരണം 2-3 എണ്ണം വന്നിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്ഡ്. നമ്മൾ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അവരിപ്പം മിഥുനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, വിപിനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, റോജനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം റോജൻ ഇപ്പം കത്തനാര് ചെയ്യുന്നു, വിപിൻ ഇപ്പം സന്തോഷ് റാവു അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം നടക്കുന്നു, മിഥുൻ ഇപ്പം ആട് കഴിഞ്ഞ് കഴിക്കണം. അപ്പം അവർ ഇവോൾവായി. അപ്പം അവരുമായിട്ട് ചെയ്യുമ്പോൾ ഇനിയും ചെറിയ ഇതിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. വിപിനുമായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട്, റോജനുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്, മിഥുൻ്റെ അടുത്ത പരിപാടി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ ബിഗർ ആൻഡ് ബിഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത കുറച്ച് വലിയ പരിപാടികളാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ച് നമ്മൾ ചെറിയ കണ്ടന്റ് ഫിലിംസ് ചെയ്യില്ല എന്നല്ല, ചെയ്തേക്കാം. ബട്ട് ദീസ് ബിഗർ ഫിലിംസ് ടേക്ക് എ ഹോൾ ലോട്ട് ഓഫ് ടൈം ആൻഡ് എ ലോട്ട് ഓഫ് എനർജി. അപ്പം അതിൽ ഫോക്കസ് ചെയ്യും. കാലൻ ഒരു ക്യൂട്ട് സബ്ജക്റ്റാണ്. പക്ഷേ ഇപ്പം ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് സെയിം ബിഗർ അഗൈൻ ബിഗർ പാൻ ഇന്ത്യൻ സിനിമ. മലയാളത്തിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, ഇപ്പം ഈ ആട് കഴിഞ്ഞ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ചേട്ടൻ്റെ കയ്യിൽ നിറച്ച് പൈസയായി എന്നൊരിതുണ്ട്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരുപാട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിൽ സം പ്രോജക്ട്സ് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. അതിൽ ചിലപ്പോൾ 1-2 നമ്മൾ ചെയ്തേക്കും. യെസ്. അപ്പം എന്തായാലും ഫ്രൈഡേയുടെ ബിഗർ വർക്കൊക്കെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുവരെ ഉള്ളൊരു ഫോളോവർ തന്നെയാണ്. ഇനിയും അപ്പം ഇതുപോലെ നല്ല നല്ല ബിഗർ സ്കെയിലുള്ള വർക്ക്സ് ഒക്കെ കാണാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷം. 200ാമത്തെ ഇന്റർവ്യൂവിന് എല്ലാവിധ ആശംസകളും. എന്തായാലും നന്നായിട്ട് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്. സാധാരണ ഇന്റർവ്യൂ ചെയ്ത് സിനിമയിലേക്ക് വരാൻ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഞാനിതൊക്കെ ചോദിച്ചത്, എങ്ങനെ അപ്പം ചെയ്യാം എന്നുള്ളത്. രണ്ട് സൈഡ് സീനിയർ റോള് വരുമ്പോൾ വിളിക്കും. ശരി, താങ്ക് യു. ഓക്കെ സാർ. അപ്പം താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.